ഹലോ ഗൈസ്. വെയിലാണ് ഗൈസ്. അത് വെയിലാണ് ഗൈസ്. ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് വെയിലത്ത് നിന്നിച്ച് പോങ്ങിലോട്ട്. അതാണ് ഞങ്ങളുടെ ആ ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി. ഓക്കെ, കൂട്ടത്തിൽ ഒരാൾ എന്ത് നിങ്ങൾ ആലോചിക്കും. എന്തിയാണ് ഗൈസ്? പറയൂ. പേരയ്ക്ക പറിക്കാൻ പോയിരിക്കുകയാണ്. യെസ്, അത് കണ്ടിട്ട് വരാം. അതെ. ഓക്കെ. Oh my god! Wow! ഗൈസ്, ശിഖ വന്നു ഗൈസ് പേരയ്ക്കായിട്ട്. അതെ ഗൈസ്, ഇതാണ് ശിഖ പറിച്ച പേരയ്ക്ക ഗൈസ്. കണ്ടോ? ഷീസ് പ്രൗഡ്ലി പ്രസന്റ്. അതെ. യാ, we know കട്ടുപറിക്കൽ. She She only കട്ടുപറിക്കൽ. I know. Yeah, video clip is there, evidence. എല്ലാരും പറഞ്ഞിട്ട് കട്ടുപറിക്കാം. അതൊരു പ്രസക്തിയില്ല ഇവിടെ. അതെ അതെ. ഓക്കെ, നമ്മൾ ഇന്ന് വന്ന ടോപ്പിക് എന്താണ് പറയൂ. Expectation versus reality. എന്തിന്റെ? കോളേജ് ലൈഫ്. യെസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എവരിത്തിങ് നമുക്ക് തകർക്കാം ആ ടോപ്പിക്കിനെ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. അതോ, നമ്മള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നമുക്ക് കോളേജിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു, അല്ല എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു പ്രതീക്ഷ. അത് കോളേജ് വന്ന് ഫസ്റ്റ് ഇയർ ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കിന് അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. അതാണ് ലക്ഷ്മിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെ ഓരോരുത്തരുടെ നമുക്ക് നോക്കാം. ശിഖയുടെ എന്തുവാ പറ. എല്ലാം ഒന്നും തെറ്റാന്ന് പറയുന്നില്ല, എങ്കിലും ചില ചില കാര്യങ്ങൾ ഓരോരുത്തരുടെ പറ. എക്സ്പെക്ടേഷൻ വെച്ചോണ്ട് ഇങ്ങോട്ടും എക്സ്പെക്ടേഷൻ വെച്ച് അതെ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ 10th വരെ ഭയങ്കര എക്സ്ട്രോവേർട്ട് കളിച്ച് നടന്നിട്ട് പ്ലസ് 1 പ്ലസ് 2 വന്നപ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട്. ഞാൻ ആരോടും സംസാരിക്കത്തില്ല, അങ്ങനെ കുറച്ച് ഇതിലായിട്ട് നടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു. ഒരു ഒക്ടോബർ വരെ ഞാൻ ഭയങ്കര ഷൈ ആയിട്ടായിരുന്നു ഇരുന്നേ. പല കാരണം ആരോടും മിണ്ടോ എടുക്കുകയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കമ്പനി ആയവരാ നമ്മൾ ഇത്രയും പേര്. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അപ്പം മുതലാണ് കോളേജ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അപ്പം ഇവർ പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് എൻജോയ് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് വരുവാണെങ്കിൽ ഏത് കോളേജും നല്ലതാണ്, അല്ലേ? ഞാൻ പറഞ്ഞു പറഞ്ഞു അത് കാണത്തില്ല. ഇനി അടുത്ത് പറ. നമ്മള് ഇപ്പം ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചത് ബയോളജി സയൻസ് ആയിരുന്നു. അപ്പം നമ്മള് രണ്ടുപേരും ഇവർ രണ്ടുപേരും കമ്പ്യൂട്ടർ. അന്നേരം ഞങ്ങളുടെ ക്ലാസ്സില് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു ടീച്ചറായിരുന്നു. അവർ നമ്മളോട് ഇങ്ങനെ ബോയ്സും ഗേൾസും സംസാരിക്കാനും ഒന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ഞാനൊട്ട് കോളേജിൽ വരുമ്പം എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് കരുതിയത്. പക്ഷെ നമ്മൾ ഒരാളോട് മിണ്ടുന്നത് പല വഴിക്കാക്കാനായിട്ടും അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നു. ഞങ്ങൾ ഇപ്പൊ കൂട്ടത്തില് അങ്ങനെ ഒരു ഇത് കേൾക്കാത്ത ശിഖയ്ക്ക് മാത്രം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആരോടെങ്കിലും മിണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതി, ലക്ഷ്മിക്ക് വേറെ രീതി, എനിക്ക് വേറെ രീതി, അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. മിക്ക കോളേജിലും കാണും. അത് കോളേജിലും സ്കൂളിലും അതൊക്കെ ഓരോ പിള്ളേരുടെ അത്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇതായി പോയായിരുന്നു. എനിക്കും ഞാനൊരു ട്രോമയിലോട്ടേ പോയേനായിരുന്നു. എന്നെ അന്ന് ഹെൽപ്പ് ചെയ്ത കുറെ പേര്. എനിക്ക് പിന്നെ പ്ലസ് 2 അത് കേട്ട് ശീലമുള്ളതുകൊണ്ട് ബോയ് ഫ്രണ്ട്ഷിപ്പ് കോളേജിൽ വന്നപ്പം എനിക്ക് അങ്ങനെ ഒരു വലിയ ഫീൽ ഒന്നും ആയില്ല. അങ്ങനെ ആരും പക്ഷെ പറയുന്നില്ല, അവര് നിർത്തിയിട്ടൊന്നുമില്ല. ലക്ഷ്മി അത് കേൾക്കാൻ പോയിട്ടില്ല. അത്രേ നമ്മള് മൈൻഡ് ആക്കുന്നില്ല, നമ്മുടെ ഇതിലങ്ങ് പോകുന്നു. പിന്നെന്തുവാ ഈ സിനിമയൊക്കെ കണ്ട് കോളേജ് ലൈഫ് അടിപൊളി, പാട്ട് പോലെ ഭയങ്കര എൻജോയ്മെന്റ്, അങ്ങനെയൊന്നും ഇല്ല. ലൈഫ് തീരുന്ന മാതിരി ഇപ്പൊ ചിലപ്പോ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന പെൺപിള്ളേരുണ്ട് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ട് വന്നേ. സിനിമയിലൊക്കെ കാണിച്ച ഒരു അടിപൊളി കോളേജ് ലൈഫ് എന്നൊക്കെ വിചാരിച്ചോണ്ടാണ് നമ്മൾ വന്നത്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ലോകത്ത് നല്ല ഇതാ. നമ്മുടെ ഫസ്റ്റ് ഇയർ ഇവിടെ സെൽഫ് എയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെൽഫിലേ ഇരിക്കത്തുള്ളൂ, നമ്മുടെ ക്ലാസ് റൂമിലേ ഇരിക്കത്തുള്ളായിരുന്നു. വ്ളോഗ് ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ വ്ളോഗ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒന്നും അറിയത്തുമില്ല, നമ്മൾ എയ്ഡിൽ വരുത്തുമില്ല, പോകുന്നു വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേന് നമ്മൾ എയ്ഡിൽ വരുന്നു, സംസാരിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ വൈബും സെറ്റൊക്കെ അറിയാം. അതെ, സെൽഫിൽ പഠിക്കുന്നതേ ഉള്ളൂ, ഏഡിലാണ് നമ്മൾ. സത്യം. അതെ, ക്ലാസ്സിലിരുന്നാലും ഏഡിൽ എന്ത് സംഭവിക്കുന്നു അതാണ് നമ്മുടെ ചിന്ത. അതെ, നമ്മള് ക്യാൻറ്റീന്റെ താഴെയാണ് ഗൈസ്. നമുക്ക് അത് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ സൈഡ് മാറിയിരുന്നു. നമ്മൾ ഒരു വട്ടം പറഞ്ഞു. ഏതാ പിന്നെന്തുവാ
അപ്പൊ ഞങ്ങൾക്ക് ആർക്കും പ്രേമിച്ച് നടക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു, ആർക്കും ഇല്ലായിരുന്നു. കോളേജിൽ വന്നിട്ട് പ്രേമിക്കണം അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് നല്ലതെന്ന് പറയുന്നവരുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്കതൊട്ടും ഇതല്ല. കാരണം കോളേജിലൊക്കെ പ്രേമിച്ച് നടക്കുക അതെനിക്ക് ചിലർക്ക് എന്തുവാ ഇത്ര കാലത്തിനൊരു എന്റർടൈൻമെന്റ്, കൂടെ പഠിക്കുന്നവര് ടൈം പാസിൽ ആരെങ്കിലും ഒക്കെ കൊണ്ട് നടക്കണം അങ്ങനെ. ചിലര് പക്ഷെ സക്സസ് ആയിട്ട് കല്യാണം കഴിച്ചവരും ഉണ്ട്. ആ കാര്യത്തിൽ നമുക്ക് എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് റിയാലിറ്റി ഇല്ല. ഇവിടെ തന്നെ പഠിച്ചവരുടെയൊക്കെ റീൽസ് ഒക്കെ വരുന്നത് ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെന്തുവാ പഠിപ്പീര് നല്ല പഠിപ്പീര് നല്ല നമ്മൾ ഭയങ്കര നമ്മൾ എഫോർട്ട് ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. അവർ പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. കൈ വേദനിക്കുന്നു ഗൈസ്. എനിക്ക് കൈ വേദനിച്ചാൽ നമ്മൾ കൈ മാറിയിരിക്കുന്നു. പിന്നെന്തുവാ പിള്ളേരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓർക്കും കോളേജിൽ വന്ന് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ കിട്ടി ഇവർ ലൈഫ് ലോങ് കൂടെ കാണുന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതൊക്കെ ഒരു വിചാരം മാത്രമാണ്. നമ്മളൊരു ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ കുറച്ച് സെമ്മ് കഴിയുമ്പോഴത്തേന് ഇവരുടെയൊക്കെ കറക്റ്റ് സ്വഭാവം നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ അതനുസരിച്ച് നിൽക്കത്തുള്ളൂ. ചിലര് നമ്മൾ പിന്നെ മൈൻഡേ ചെയ്യത്തില്ല, പക്ഷെ ചിലര് നമ്മൾ മൈൻഡ് ആക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അത് ഒരു ടൈപ്പ്. പിന്നെ എന്തുവാ ഇങ്ങോട്ട് ചെയ്യാത്തവര് അങ്ങോട്ട് എന്തുവാ സ്ഥിരം ചിരിക്കുന്നവരായിരിക്കും. പിന്നെ വ്യത്യാസം വരുമ്പം ഭയങ്കര ഇതായിട്ട് തോന്നിയിരിക്കും. നമ്മുടെ ക്ലാസ്സിലെ ഒറ്റ പിള്ളേരാ, ഇപ്പൊ ആൺപിള്ളേരാണെങ്കിലും നമ്മൾ വലിയ കൂട്ടില്ലാത്ത പെൺപിള്ളേരാണെങ്കിലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ബാക്കിയുള്ള ക്ലാസ്സുകാരോട് ഭയങ്കര ഭയങ്കര ഇത്. ബാക്കിയുള്ള ക്ലാസ് നമുക്ക് കൊതി വരും. ഇവര് എന്തോ കമ്പനിയാ കൂടെ നടക്കുന്നത്, നമുക്ക് ഭയങ്കര കൊതി വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ നേരത്തെ വരുന്ന ആളാ. അപ്പം ഞാൻ വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ അപ്പുറത്തൊക്കെ കാണുമ്പോ അവര് ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് എവിടെയൊക്കെ പോവാണെങ്കിലും പോകുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ നമുക്കില്ല, അങ്ങനെ അതുണ്ട്. പിന്നെ എന്തുവാ നമ്മൾ ആരെയും സംസാരിക്കുവാണെങ്കിൽ അവരെ ഊക്കാനായിട്ട് പറയാം. ഊക്കെന്നൊക്കെ പറയാം. അത് എല്ലാ ക്ലാസ്സിലും ഉണ്ട്. നമ്മൾ എടുക്കുന്ന രീതിയിൽ നമ്മളങ്ങ് എയർ നിൽക്കും. എന്തെങ്കിലുമൊക്കെ ഇത് വരുവാണെങ്കിൽ എയറിൽ നിൽക്കും. ഞാനൊക്കെ എയറിലായിരുന്നു കുറച്ച് നാൾ. ഇപ്പൊ ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾ നേരില്ലേ? ഞാനായിരുന്നു എയർ. പല കാര്യങ്ങളും പിന്നെന്തുവാ യെസ്, നമുക്കിപ്പോ നാണൊന്നും ഇല്ല. അതെ, നമ്മൾ വ്ളോഗേഴ്സ് ആയി. പിന്നെന്തോ പറയുന്നേ പറ. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അറ്റൻഷന് വേണ്ടിയിട്ടാണ് പലരും പറയും. ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് അവരിങ്ങനെ അറ്റൻഷന് വേണ്ടിയായിരിക്കും ഓരോ കാര്യം ചെയ്യുന്നത്. സ്വന്തം ക്ലാസ്സിലെല്ലായിരിക്കും ചെയ്യുന്നത്, ബാക്കിയുള്ളവരോടും. ജെറ്റ് പോകുന്നു, പക്ഷെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, തിരിയത്തില്ല, കാണത്തുമില്ല. ആകാശം നല്ല രസമുണ്ട്. അത് പോയി അങ്ങ് എത്തി. ഇല്ല, ആകാശത്തിനകത്തോട്ട് മേഘത്തിനകത്തോട്ട് കേറി ഇറങ്ങുന്ന കാണാൻ നല്ല രസമാണ് ഗൈസ്. കൊള്ളാം. ഇറങ്ങി അത് കൊള്ളേ. അതാ ഞാൻ പറയാം, കാണത്തില്ല. ആകാശം മൂവ് ചെയ്യുന്നുണ്ടേ. ഓക്കെ, വിഷയത്തിന് തെന്നി മറി. നമ്മൾ കൊച്ചു പിള്ളേരാണ്, മനസ്സാലി. ടൈപ്പ് പിള്ളേർ പറയുന്നത് അവർ അറ്റൻഷന് വേണ്ടി ഓരോ കാര്യം ചെയ്യുന്ന. ക്ലാസ്സിലെ പിള്ളേരോടൊന്നല്ല, ബാക്കിയുള്ളവരോടൊക്കെ ഓരോ കാര്യം ചെയ്യുന്നിട്ട് നമ്മളത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരൊരു കാര്യം ചെയ്തിട്ട് അത് ബാക്കിയുള്ളവർ ചെയ്യുന്നു വരുത്തി തീർക്കും. ചില ആൾക്കാരുണ്ട്, ഇപ്പൊ അവരുടെ സ്വഭാവം നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കും. ഇവരങ്ങനെ ഒരു ടൈപ്പാ. അപ്പം എന്നുവെച്ചാൽ നമ്മളിപ്പോ അങ്ങനെ ടൈപ്പാണ്, അവരിങ്ങനെ അടിച്ചടിക്കട്ടെ. എനിക്ക് പറഞ്ഞു കൈ വിറയ്ക്കുന്നു ഗൈസ്. അതെ, കൈ വേദനിക്കും. അവരുടെ സ്വഭാവം അടിച്ചടിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു രീതി. നമ്മൾ കുറച്ച് സീരിയസ് മോഡിൽ നിന്ന് ഒരു ഫണ്ണിയിലോട്ട് വരാൻ പോവുകയാണ്. നമ്മള് സീരിയസ് ആയിട്ട് അങ്ങ് സംസാരിച്ചു പോകുക. അതെ, അങ്ങനത്തെ കാര്യങ്ങളായോണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടന്നതാണല്ലോ. അതെ, നമ്മള് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അതെ, എപ്പോഴും. ലക്ഷ്മി ഒന്നും പറയുന്നത് ഞാൻ ലക്ഷ്മിയെ കൊണ്ട് നമുക്ക് 2 വാക്ക് പറയിപ്പിക്കാം. എനിക്ക് പറയാനൊന്നും അതെ, നമ്മളോട് ഇങ്ങനെ കലവില പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പറയാനൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതീക്ഷ, പക്ഷെ നടന്നില്ല. ഒരു കുഞ്ഞു കാര്യം എനിക്ക് സാരിയില്ല. പ്രതീക്ഷയോ അങ്ങനെ ലൈബ്രറി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതുണ്ട് ഗൈസ്. നമ്മുടെ കോളേജിലെ ലൈബ്രറി എല്ലാവർക്കും യൂസ് ചെയ്യുന്ന വിചാരിച്ചേ, വീട്ടിൽ കൊണ്ടുപോയി പുസ്തകം വായിക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മുടെ സെൽഫിന് ബുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിച്ച് വായിക്കാൻ പറ്റത്തില്ല.
വായിക്കണമെങ്കിൽ തന്നെ ലൈബ്രറി കയറി ഇരുന്നിട്ട് വേണം വായിക്കാൻ. അതിന് നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നമുക്ക് ബ്ലോഗ് ചെയ്യണം, പഠിക്കണം. അത് മാത്രല്ല നമ്മുടെ സെൽഫിന്ന് എങ്ങനെ അതിന് പ്രത്യേക സമയവും തരാറില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ പോലും നമ്മൾ അതിനകത്ത് പഠിക്കുന്ന ബുക്കുകളാണ്. തിരുവാതിരയ്ക്ക് അത് നല്ലൊരു കഥയാണ് guys. വേറെ റൂമൊന്നും ഇല്ലാത്തോണ്ട് കൊടുത്തു. 1.5 ദിവസം കൊണ്ട് നമ്മൾ തിരുവാതിര ഫുള്ള് അത്രയും പേര് ഫുള്ള് പഠിച്ചെടുത്ത്. സ്റ്റേജ് കയറിയപ്പോ സ്റ്റേജ് ഫിയർ കൊണ്ട് എല്ലാരും 15 പേര് മറന്നു. ഇവള് മറന്നില്ല. ഞാൻ ഏഞ്ചൽ എന്ന് പറയുന്ന കൊച്ചും കൂടെ ഞങ്ങൾ മറന്നില്ല. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കോളേജ് ചെയ്ത പരിപാടി. അത് ഞാനില്ലായിരുന്നു ഗൈസ്. ഞാൻ ആദ്യം ഉണ്ടായിരുന്നു, പേര് കൊടുത്തത്. പക്ഷെ ഞാൻ പിന്നെ വീഡിയോ പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു. ഇതുകൊണ്ട് നമുക്ക് ഓണപരിപാടി ഒക്കെ വ്ളോഗ് എടുക്കാം. അതെ, അതിൽ എക്സ്പെക്ടേഷൻ വേഴ്സ് റിയാലിറ്റി ഒന്നും ഇല്ല. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നപ്പോ അങ്ങ് പറഞ്ഞു. ഇവിടുത്തെ പരിപാടിയൊക്കെ നല്ല സൂപ്പർ നിൽക്കുന്നവർക്ക് നല്ലത്. പരിപാടി കേൾക്കുമ്പോഴേ വരാതിരിക്കുകയോ അല്ലെങ്കിൽ പോവൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റും. എല്ലാം നഷ്ടമാ, വരാത്തവർക്ക് നഷ്ടമാ. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നല്ലേ? അതെ അതെ. അത് ഞങ്ങൾ നിക്കത്തില്ല, പരിപാടിയൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ സമയം കിട്ടും വീട്ടിൽ ഒറ്റ പോക്ക്. ഞാൻ പരിപാടിയെല്ലാം കണ്ടിട്ടേ പോകത്തുള്ളൂ. ഞങ്ങളൊന്നും നിക്കത്തില്ലായിരുന്നു ക്ലാസ്സിലെ. അതെ, ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് വിടുവാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കത്തുമ്പോൾ ഓടുക വീട്ടിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം. ഉറങ്ങാനാന്ന് പറഞ്ഞു, പക്ഷെ വീട്ടിൽ പോയി ഉറക്കത്തില്ല. പിന്നെ മനസ്സിലായി അതൊന്നും അല്ല, ഇവിടെ പരിപാടിക്ക് നിന്ന് തൊട്ട് മനസ്സിലായി. എന്നാലും നമുക്ക് ഈ നമ്മളെ വലിയ എക്സ്ട്രോവേർട്ട് ഒന്നും ഇപ്പോഴും ആയിട്ടില്ല, ഒരു ആംബിവേർട്ട് അല്ലേ? അറിയാം, നമ്മളിങ്ങനെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ കിട്ടുമോ അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ സമയമാകുമ്പോൾ നമ്മളിങ്ങനെ അങ്ങ് കറക്കുക, വലം വെക്കുക. അഞ്ചാറല്ല കൂടുതൽ നമ്മള് അങ്ങനെ അങ്ങനെ അപ്പൊ കണ്ടുവരും കണ്ട് ഈ പിള്ളേരിൽ ഇപ്പൊ അങ്ങോട്ട് പോയി അങ്ങനെ നമ്മളെ കണ്ടുപരിചയുണ്ട്. അല്ലാണ്ട് മിണ്ടോ സംസാരിക്കും, അവരും അങ്ങനെ മിണ്ടോ സംസാരിക്കുന്നില്ല. നമ്മളെ കയറി മിണ്ടത്തില്ല, നമ്മൾ ഷൈയാണ്. അത് ഗൈസ് മഴയൊക്കെ പോയ നമ്മൾ കുറച്ച് ഡാൻസ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ എടുത്തില്ല ഇതുവരെ. മഴ നമ്മളെ ചതിച്ചു. പിന്നെ നമുക്ക് വീഡിയോഗ്രാഫർ ഇല്ല ഗൈസ്. അങ്ങനെ പറയാം. അത്രയ്ക്കേ ഉള്ളൂ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. നമ്മൾ ടോപ്പിക്കിൽ തിരിച്ചു പോകണമെങ്കിൽ തന്നെ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വേറെ വേറെ ടോപ്പിക്കിലോട്ട് പോയത്. അത്രയ്ക്കേ ഉള്ളൂ. ഇച്ചിരി പിന്നെ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പക്ഷെ നീ പറഞ്ഞിട്ട് പോയാൽ മതി, ക്യാമറ പിടിക്കാൻ മതി. അതെ അതെ, അതെ, അത്രേ ഉള്ളൂ. പുതിയ വരുന്ന പിള്ളേരൊക്കെ. പക്ഷെ ഇപ്പൊ പിള്ളേരൊക്കെ കുറവാ, ഭയങ്കര കുറവാ. 4 ഇയറും കൂടെ ആക്കിയോണ്ട് അഡ്മിഷൻ എടുക്കുന്ന 10 പിള്ളേർ ഇതുവരായുള്ളൂ. ഞങ്ങളുടെ അവിടെ ഫീസും കൂട്ടി. ഇവിടെ ഇരിപ്പിന് എന്തെങ്കിലും പശു കൊണ്ട് നിങ്ങത് തോന്നലാണ്, തോന്നൽ മാത്രം. അവർക്ക് തോന്നത്തില്ല. ആരും തോന്നുവോ? 21,000 രൂപയായി 18,750. Yes, we are bright students, so we need more. They need more money because കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ ബയോളജി ആയിരുന്നു. ഇവരാണ് കമ്പ്യൂട്ടർ സയൻസ്. അവർ പറയും ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് അല്ലേ? അതെ, 2 മൂന്നാവും. അത്ര വലിയ ആയുള്ളൂ. അത്രയും വെച്ചിട്ട് എന്ത് തോന്നുന്നു? കൊള്ളാനല്ല, ഇത് കോഡിങ് അങ്ങനത്തെ ഒക്കെ സംഭവം താല്പര്യമുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല. പക്ഷെ അതല്ലാത്തൊരു നമ്മള് കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിന് പോകുന്നില്ല. കാരണം നമുക്ക് കോഡിങ്ങിനെ പറ്റി ABCD അറിയില്ല. നമ്മൾ ലാബ് എക്സാമിനെ കാണാതെ പഠിക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വെച്ചിട്ട് എഴുതുന്നു, അത്രേ ഉള്ളൂ. അത് ലോജിക്കില്ല. ലോജിക്ക് വെച്ച് പഠിക്കാൻ പറയും, പക്ഷെ നമുക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷെ നമ്മൾ വായിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി അങ്ങനെ വന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കോഡിങ് റിലേറ്റഡ് ജോബൊന്നും വേണ്ട. അപ്പം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളവരൊക്കെ വരാവും. കാരണം നമ്മൾ കണ്ടു വന്നത് അങ്ങനെയാണ്. പക്ഷെ നല്ലതാ, പഠിച്ചാൽ നല്ലതാണ് അല്ലേ? അതെ, പഠിച്ചാൽ നല്ല ജോലിയൊക്കെ കിട്ടുന്ന സാധാ ഡിഗ്രി പോലല്ലേ, നമുക്ക് പഠിച്ചത് ജോലി കിട്ടും എന്നാണ് വിശ്വാസം. കഷ്ടപ്പെടണമെന്നൊക്കെയാണ് സാറ് പറയുന്നത്. ശരിയെന്നാ സാറ് പറയുന്നത് എന്താന്ന് വെച്ചാ, പഠിച്ച് എന്തോ നന്നായിട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടുമെന്നാണ് സാറ് പറയുന്നത്. കിട്ടില്ല. നമുക്കറിയുന്ന കുറെ പേര് PGK പോയേക്കുന്നു, ഉടനെ ജോലിക്ക് പോയ കുറച്ച് അങ്ങനെ അറിയത്തില്ല. അപ്പൊ അറിയത്തില്ല ആരാ ജോലിക്ക് പോയേ? ആരും അറിയത്തില്ല. പോയോ? ശരിയാ. മറ്റേ ചേച്ചി
ഇവരെയൊക്കെ നമുക്ക് പറയുമായിരുന്നു. കുഴപ്പമില്ല, നല്ല കാര്യം പറയുന്നത്. പഠിച്ചിറങ്ങി ഉടനെ ആ ചേട്ടൻ ജോലിക്ക് പോയി. അവിടെ കൈ വളഞ്ഞു പോകുന്നു ഗൈസ്. പക്ഷെ ഇരിക്കുന്ന രീതി അവർക്ക് കാണാം. പിന്നെന്തുവാ? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. വരും ബ്ലോഗുകളിൽ വളരെ നല്ല വീഡിയോസ് ഒക്കെ കാണാം. അതെ, നമ്മൾ ഇതുവരെ പേരൊന്നും ഇട്ടില്ല, നമുക്ക് അറിയത്തില്ല. അതാ ഒറ്റ മൈൻഡ് എന്നുള്ള പേരും കൊണ്ട് തന്നെ ഇരിക്കുക. മാറ്റണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ഇടണം കമന്റ് ബിലോ. കമന്റ് ബിലോ. കമന്റ് ബോക്സ് അതിനാണ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. ശരിയാ, എന്തൊരു ഐഡിയ. ഞങ്ങൾ ഇങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ സംസാരിക്കുക. നമ്മള് വീഡിയോക്ക് വേണ്ടി നോർമൽ രീതിയിൽ ഇവിടെ സംസാരിക്കും. ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. പടിഞ്ഞുകൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടെ ഭയങ്കര ഷായാണ് guys. Why? I don't. We don't care about others. But No. yeah. We want to eat this perika, Yeah. but we can't. Because we don't have pichati. We കടിച്ചു മുറിക്കാൻ കടിച്ചു കൊടുക്കത്തില്ല. eating Yeah. നല്ല മണം. big smell. ക്യാൻറ്റീനിൽ പോയാലും പിച്ചാത്തി കിട്ടായി. പോയി ചോദിക്കാം. You guys go and vlog. നമുക്ക് പിച്ചാത്തി പിച്ചാത്തി എടുക്കുന്ന അവിടെ നിന്ന് തിന്നാം. നമുക്ക് അതിന്റെ പിച്ചാത്തി വിടുന്നത് തിന്നാന്നോ? ഞാനെന്റെ അടുത്ത് അത് അടിച്ചാ തമാശയായിട്ട് നമുക്ക് പോയി കഴിക്കാം. ഞാൻ അതും കൂടെ എടുത്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഗൈസ്, നമ്മൾ പേരയ്ക്ക മുറിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലോട്ട് പോവുകയാണ്. കിട്ടി കഴിച്ചു. അത് വെച്ച് മുറിക്കരുത്. വെച്ചിട്ട് വരുവാണ് മുറിച്ചിരിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു പിച്ചാത്തി കിട്ടത്തില്ല കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചു. ആൻറ്റി ഇത് കാണും, ആൻറ്റിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചില്ല. അടുത്ത വട്ടം ആൻറ്റി ഞാനിവിടെ വാ. ഗായ്സ് പേരക്ക പഴുത്ത പേരയ്ക്ക നല്ല മണം ഗൈസ്. നമുക്ക് കടിക്കാം. അതെ, ഞാൻ കാണത്തില്ല. അയ്യോ ഞാൻ അങ്ങോട്ട് ഗൈസ് ഗൈസ് നമ്മൾ വീഡിയോ കടിച്ചോ ആക്രാന്നാണ് ഗൈസ്. നമുക്ക് കടിക്കാം. അയ്യോ, ഇതിനകത്ത് തീ. കെമിസ്ട്രി ലാബിൽ അവര് എന്തോ പരീക്ഷണം ചെയ്യുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് തീയൊക്കെ കത്തുന്നു. കടിക്കാം. കുറച്ചുകൂടെ പഠിക്കണം. കാണിച്ചതിന്റെ പുറകുവശം എനിക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള ഭാഗം കിട്ടിയത്. അതുകൊണ്ട് ഒരു കയ്പ് പോലെ. ഒരു പേരൊക്കെയാ അരി എന്നാലും ചില സൈഡിൽ നിന്നല്ലേ പഴുത്തു. ഗൈസ്, നമ്മളോട് ഉപ്പും മുളകും വേണോന്ന് ചോദിച്ചു ഗൈസ്. അപ്പൊ വേണമായിരുന്നോ? വാങ്ങിക്കില്ലായിരുന്നോ? അല്ല, നമ്മൾ ഈ വട്ടം ഇതിന്റെ രുചി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് മേടിക്കാതെ. അടുത്ത വട്ടം ഈ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചു കഴിക്കുമ്പോ നമുക്ക് കവർ ഇട്ട് വെക്കാം. അങ്കിളിനെയും ചേട്ടനെ ആന്റിയൊക്കെ അതെ കാണിക്കുന്നതാണ്. വ്ളോഗോ? ഓ നെക്സ്റ്റ് ടൈം വ്ളോഗോ? അവര് ചോദിച്ചോ അവരെ കാണിക്കാന്ന്. ഫേമസ് ആട്ടെ. ചോദിച്ചോ നിങ്ങള് സമ്മതിക്കണം അല്ലേ? ഞങ്ങളെ നിങ്ങളൊന്ന് ഫേമസ് ആക്കുക. ഞാൻ ആദ്യമായിട്ട് ആന്റിന്റെ അകത്ത് കയറി. നമ്മൾ ആദ്യമായിട്ട് ക്യാൻറ്റീൻ അകത്ത് വിടെന്ന് വെച്ചാ ഉണ്ടാക്കുന്നിടത്തോട്ട്. കൊള്ളാം. കൊള്ളാം. വൃത്തിയുണ്ടല്ലേ? വൃത്തിയുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം. എന്ത് ASMR? ASMR ഇവിടെ ഫേവറേറ്റ് ആണ് ഗൈസ്. ASMR ഞങ്ങൾക്കൊന്നും ഫേവറേറ്റ് അല്ല. കടിക്ക് നിങ്ങൾക്ക് ASMR വീഡിയോ ഇഷ്ടമാണെങ്കിൽ രുക്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഗായ്സ്, ഫോർ ഷുവർ. അപ്പൊ നമുക്ക് നിർത്താം. കടിച്ചടിച്ച് എന്റെ തീർന്നു ഇവിടുമാതെ ഇരിക്കുന്നു. എന്റെ പെട്ടെന്ന് ഞാനാണ് ഫസ്റ്റ്. പെട്ടെന്ന് തീർക്കട്ടെ. അല്ലേ ഇവിടെ എടുക്കും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല guys. ഞാൻ തുപ്പി കൊടുത്തു. ഞാൻ കൊണ്ടുവന്നു. എന്തുവാ? ബൈ ബൈ. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യുന്ന ഞങ്ങൾ ഫേമസ് ആക്കും ഗൈസ് പ്ലീസ്. Not for attention. ഞങ്ങൾക്ക് അറ്റൻഷൻ വേണം പ്ലീസ്. കുറച്ച് അറ്റൻഷൻ. അറ്റൻഷൻ യൂട്യൂബിൽ അറ്റൻഷൻ പറഞ്ഞില്ല. പറഞ്ഞില്ല? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. പറഞ്ഞു.
ഓ പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞില്ല, ഞങ്ങൾ നെക്സ്റ്റ് ടൈം നന്നായിട്ട് പറഞ്ഞില്ല. അതെ അതൊരു കഥയാണ് ഇങ്ങോട്ട് പോയി നന്നായിട്ട് ഒരു ബൈ പറ യൂട്യൂബിനോട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. ആ ഞങ്ങളെ ഫേമസ് അതെ നിങ്ങൾക്ക് അറിയാലോ അതെ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കെല്ലാം അറിയാലോ. ഞങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അതൊക്കെ കൊണ്ടുവരുമല്ലോ, അതുപോലെ കൊണ്ടുപോകും. ഇതൊക്കെ അതെ. അപ്പൊ ശരി. ബൈ. ഇവിടെ